Hi guys, I'm Charita. I'm Operations Manager of Fascia Skin and Hair Clinic, part of Fascia SVSM Healthcare. And നമുക്ക് ഇവിടെ രണ്ടുപേരുണ്ട്. രമേശ് സാറാണ്. രമേശ് സാർ ആക്ച്വലി ഹി ഈസ് ദ ജനറൽ മാനേജർ ഓഫ് ഫേഷ്യ SVSM ഹെൽത്ത് കെയർ. ആൻഡ് ഇന്നത്തെ താരം എന്ന് പറയാം ശ്രുതി. ശ്രുതി ഈസ് അവർ കോസ്മെറ്റോളജിസ്റ്റ്. സോ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഭയങ്കര ഹാപ്പി ഉള്ള ഡേ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് എന്താ ഇന്ന് എന്റെ ഡേ ആണ്. ആക്ച്വലി ഞാൻ റിയലി ഹാപ്പി ബിക്കോസ് എന്താന്ന് പറഞ്ഞാല് നമ്മള് ഇന്ന് ഒഫീഷ്യലി ആക്ച്വലി ഒരു 1 year കോഴ്സ് കംപ്ലീറ്റ് ചെയ്തേക്കുവാണ് ശ്രുതിയുടെ. ഇറ്റ് വാസ് എ കോസ്മെറ്റോളജി കോഴ്സ് ഇൻ വിച്ച് ശ്രുതി ക്യാൻ വർക്ക് അണ്ടർ എ ഡെർമറ്റോളജിസ്റ്റ് for like do the procedures, അതായത് പീൽസ് എന്തൊക്കെയാ ശ്രുതി പഠിച്ചത്? ശ്രുതി പറ. ബേസിക്കലി ഞാൻ സ്കിൻ പ്രാക്ടീഷണർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അറിയാലോ, ഞാനിവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോഴും ഞാൻ ആ ഒരു പോസ്റ്റിലേക്കാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഡോക്ടർ നന്നായിട്ട് ട്രെയിനിങ് തന്നു, എന്നെ ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആക്കിയേക്കുവാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അണ്ടറിൽ എനിക്ക് ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ എനിക്ക് പീൽസും ലേസേഴ്സും എല്ലാം എനിക്ക് ചെയ്യാം. ഡോക്ടറിനെ എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും. So you're confident ആണ്? Yeah, I'm confident because ഞാൻ 1 year ആയിട്ട് നല്ല ട്രെയിനിങ്ങിലായിരുന്നു. ഞാൻ ഇപ്പോൾ കോൺഫിഡൻ്റ് ആണ്. അപ്പം ആ ഒരു 1 year കഴിഞ്ഞപ്പോൾ എനിക്കൊരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമായിട്ട് ഡോക്ടർ ഇന്ന് വെച്ചേക്കുവാണ്. സോ ഐ എം റിയലി ഹാപ്പി ഫോർ ദിസ് ഡേ. പിന്നെ ഇറ്റ് വാസ് റിയലി പ്രൊഫഷണൽ, പറയാണ്ട് പറ്റില്ല. ഈച്ച് ആൻഡ് എവറിത്തിങ്, അതായത് ഞാൻ ആസ് എ പ്രാക്ടീഷണർ ഞാൻ മിസ്സായി പോയ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു. എന്താണ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, ആ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഇല്ലാണ്ട് ചെയ്യുന്നതിൻ്റെ നമുക്ക് ഫോൾസും ഇതെല്ലാം ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിന്ന് എനിക്ക് കൂടുതൽ മനസ്സിലായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർ സൂപ്പർവിഷൻ ഓഫ് എ ഡെർമറ്റോളജിസ്റ്റ് മാത്രമാണ് നമുക്കൊരു കോസ്മെറ്റോളജിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. സോ നമ്മളിപ്പോ കണ്ടുകൊണ്ട് വരുന്ന കുറെ ആർക്ക് വേണമെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാവുന്ന അവസ്ഥയാണല്ലോ. സോ അതല്ല, ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അണ്ടറിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ശ്രുതിയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു നമ്മുടെ ക്ലിനിക്കിൽ? ഇപ്പം ഞാൻ ആക്ച്വലി ഫേഷ്യൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം അറൌണ്ട് 4 years ആയി. രമേശ് സാർ അറൌണ്ട് 5 years ആയ ഒരാളാണ്. ഞാൻ 4 years കണ്ടിന്യൂ ആയിട്ട് നമ്മൾ 5 years ലൈക്ക് രമേശ് സാർ 5 years കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ വർക്ക് എൻവയറമെന്റ് അത്രയും നല്ലതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വേറൊരു ജോബ് നോക്കി പോവായിരുന്നു. പക്ഷേ ലൈക്ക് സംതിങ് ഇസ് ദെയർ വിച്ച് ഇസ് പുള്ളിങ് ഔട്ട്. ലൈക്ക് ഒരു ഫേഷ്യൽ തന്നെ നമ്മളെ വർക്ക് ചെയ്യാനും അതുപോലെ നമ്മളുടെ ഇവിടെ ഒരു ജോബ് കൾച്ചർ ഒക്കെ വ്യത്യാസമാണ്. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. വളരെ സത്യമാണ്. കാര്യം എനിക്ക് ഇവിടെ വന്നിട്ട് മനസ്സിലായെന്ന് വെച്ചാൽ ഫേഷ്യൽസ് ലൈക്ക് എ ഫാമിലി. നമ്മളുടെ വീട്ടിലെങ്ങനെയാണോ നമ്മൾ അതുപോലെയാണ് ഇവിടെ സ്റ്റാഫും നമ്മളുടെ ഡോക്ടറായാൽ പോലും നമ്മളുടെ ഇൻട്രാക്ഷൻസ് ഒക്കെ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ഇവിടെ ഏതൊരു ക്ലയൻസ് വന്നാലും അവർ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആണ് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാനും. നമ്മളുടെ ഇവിടുത്തെ വർക്ക് കൾച്ചറും അറ്റ്മോസ്ഫിയറും അങ്ങനെ തന്നെയാണ്. സോ അതാണ് ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തത്. അപ്പം മാനേജേഴ്സ്, ഇവർ 2 മാനേജേഴ്സ് ആണ്. നമുക്ക് ആ ഒരു എന്താ പറയണ്ട ഫുൾ ഫ്രീഡം ആണ് ഇവിടെ. നമുക്ക് അങ്ങനെ ഒരു ബോസി ഫീലൊന്നും ഇല്ല. ഇവരെല്ലാവരും ഈക്വൽ ആയിട്ടാണ് കാണുന്നത് ആസ് എ ഫാമിലി. യെസ്. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴും ഫേഷ്യൽ എന്താ നമ്മൾ ലൈക്ക് സെർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നമ്മൾ പേഷ്യൻ്റ് ആയിട്ടല്ല കാണുന്നത്. അവർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ അവരുടെ തലയിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ കെട്ടിവെച്ച് കുറേ പൈസ അടിച്ച് അതല്ല നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും. അതിവിടെ വരുന്ന എല്ലാവരും ലൈക്ക് നമ്മുടെ അടുത്ത് പറയുന്നതും അതാണ്. അവരിവിടെ വന്ന് അവരെ എത്രമാത്രം ഹാപ്പി ആക്കാം, അതേപോലെ അവരെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാം, അഫോർഡബിൾ ആയിട്ട് അവർക്ക് എങ്ങനെ പ്രൊസീജിയേഴ്സ് ചെയ്തു കൊടുക്കാം. അഫോർഡബിൾ മാത്രമല്ല, ക്ലയന്റിന്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ പാക്കേജ് മാറ്റി കൊടുക്കാം. അത് ഞാൻ വേറെ കുറെ സ്ഥലത്ത് വർക്ക് ചെയ്ത ഒരാളാണ്. സോ എനിക്ക് ചില ആൾക്കാർ പറയും, അതായത് ചില ആൾക്കാർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും ഇത് ചെയ്യണം. പക്ഷെ ഡോക്ടർ എന്ന് പറയുന്ന ആള് ഡോക്ടർ എപ്പോഴും എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്താണോ ആവശ്യം അതല്ലാതെ ഒരു പ്രൊസീജിയർ ഡോക്ടർ ചെയ്യിപ്പിക്കില്ല. അത് ഡോക്ടറിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് അനാവശ്യമായിട്ട് ഒരു കാര്യം പോലും ഒരു ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നില്ല. ബിക്കോസ് ബേസിക്കലി ഹി സ്റ്റാർട്ട് വിത്ത് എ മെഡിസിൻ, അതിൽ ഓക്കെ ആയിട്ടില്ലെങ്കിൽ മാത്രം പ്രൊസീജിയറിലേക്ക് നെക്സ്റ്റ് പോവുള്ളൂ. സോ ദാറ്റ് ഇസ് എ റൈറ്റ് വേ ആക്ച്വലി. സോ അത് വലിയൊരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒരുപാട് ഈ
ജനങ്ങൾ കൂടി മനസ്സിലാവുന്നത് എന്തൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു പിന്നെ അതേപോലെ നമ്മുടെ കൊച്ചി പോലൊരു സിറ്റിയിൽ നമുക്ക് ഭയങ്കര ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. നമുക്ക് വേണമെങ്കിൽ ആൾക്കാർ ഒരു തവണ വന്ന് അവർക്ക് നമുക്ക് നെക്സ്റ്റ് അവരെ റീറ്റെയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ റീറ്റെയിൻ ചെയ്യുക. അവര് ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പേഷ്യന്റ് ആണ്. പിന്നെ ലൈക്ക് അവര് നമ്മുടെ അടുത്ത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളടുത്ത് വരിക. നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ വരും. അത് നമ്മുടെ ഫോളോ അപ്പിന്റെ ഒരു ട്രീറ്റ്മെന്റ് വർക്ക്. നമ്മളുടെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. ആക്ച്വലി ഒരു പ്രൊഫഷണലിസത്തിനെക്കാട്ടിലും ഒരു ഫാമിലി പോലെയാണ് നമ്മൾ പേഷ്യൻസിനെ ആയാലും കാണുന്നത്. അത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ശ്രുതിയുടെ പ്ലാൻ എന്താ? ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടി പോകാനാണ്? ബിക്കോസ് ഡോക്ടർ ഷിബു മുഹമ്മദ് നമുക്കറിയാം സീനിയർ കൺസൾട്ടന്റ് ആണ്. ഡോക്ടർ ആക്ച്വലി ഇനിയും ഉണ്ട് പുതിയ പുതിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. സോ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതുപോലെ കോസ്മെറ്റോളജിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ ഷിബു മുഹമ്മദിന്റെ അടുത്ത് വരിക, ട്രെയിനിങ് ചെയ്യുക. അത്രയും പെർഫെക്റ്റ്ലി ആണ് ഡോക്ടർ ട്രെയിനിങ് തരുന്നത്. സോ അത്രയും ഇൻട്രസ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ 1 year ഫെലോഷിപ്പ് ആണ് എന്റെ കഴിയുന്നത്. ഇനിയും കുറെ പഠിക്കാനുണ്ട്. സോ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം. Okay then. So thank you Shruti. Thank you and so also much. Congratulations Shruti. Thank you so much Team Fascia and Dr. Shibu Muhammad. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് എനിക്ക് ആക്ച്വലി ഐ എം വെരി വെരി താങ്ക്ഫുൾ. പിന്നെ ഇവിടുത്തെ ടീം എന്ന് വെച്ചാൽ ഇറ്റ്സ് മോർ ദാൻ മൈ ഫാമിലി. അപ്പം സോ താങ്ക് യു സോ മച്ച് രമേശ് സാറും ചാരുത എല്ലായിടത്തും എനിക്കൊരു ബിഗ് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ. Thank you.